എന്തെങ്കിലും ഒരു കൗണ്ടർ അടിക്കേട്ടാ പറ്റുന്നില്ലാന്നുണ്ടോ? അങ്ങോട്ട് വരുന്നില്ല എനിക്ക്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അഡിയോസ് അമിഗോസിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്ന ഗുഡ് ബൈ ഫ്രണ്ട് എന്നാണ്. അഡിയോസ് അമിഗോ എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ജീവിതത്തിലുണ്ടോ? ഉത്തരം പറ. എന്നെ നോക്കരുത് കേട്ടോ, എന്നെ നോക്കി. ഓപ്പണായിട്ട് പറഞ്ഞ പേര് പറഞ്ഞ കുഴപ്പമില്ല. വന്ന് അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടു പോയി വീണ ദേവി ചെയ്ത് അഡിയോസ് അമീഗോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എപ്പോഴും പറയാൻ തോന്നുന്നു. അല്ല എന്തായാലും ഞാനാണ് വെറുതെ ഇരുന്ന സിരാജ് ചേട്ടനെ കുത്തി ഞാൻ എനിക്കുള്ളത് വാങ്ങിച്ചോണ്ടേ ഇരിക്കുന്നു. എനിക്കതൊന്നൊരു വിഷയമല്ല. പിന്നെ അനുഭവിച്ചോട്ടോ ചേട്ടാ, ഒന്ന് അനുഗ്രഹിച്ച് വിടണം കേട്ടോ, സത്യമായിട്ടോ. ആശാനെ അനുഗ്രഹിക്കണം. വീണേ എന്തോ അഡിയോസ് അമീഗോ. അഡിയോസ് അമീഗോ. അത് ഇനി ഇങ്ങനെ പറ, അഡിയോസ് അമീഗോ. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു. അല്ല, സ്വന്തമായിട്ട് തുടങ്ങുമ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നന്നായിട്ട് കേട്ടാ, അതിന്റെ ആ പണിപ്പാട് ഞാൻ കാണുന്നുണ്ട്. ആണല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക, എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? അതെ, വന്നിരുന്നത് തന്നെ ചേട്ടൻ എന്നോട് മൈക്കൊക്കെ മാറ്റാനാ പറയുന്നത്. ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഒന്ന് ഇരുന്ന് കാണും കൂടെ ചെയ്യണം. അപ്പൊ ബാക്കി ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇല്ല, ഞാൻ ഇന്ന് നിങ്ങളെ ഇരുത്തി പൊരിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ. എന്റെ എല്ലാ ഇന്റർവ്യൂലും വരെ സിരാജേട്ടൻ എന്നെ തൊഴുതിട്ട് പോകും. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്താ ചേട്ടാ അങ്ങനെ? നമ്മളെ ജോലിയായി പോയത്, നമ്മുടെ ഉത്തരവാദിത്വമാണിത്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ കേൾക്കുന്നതിന് എന്തൊരു കുഴപ്പമാണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അല്ലല്ലോ അല്ലേ? നീ എടുക്കുന്ന ഇന്റർവ്യൂ കാണുന്നില്ലേ? അതെ, ഇനി ആയിരുന്നു ഞാൻ ഇന്റർവ്യൂ ഇത് എടുത്തിട്ട് പോകരുത്. ദയവ് ചെയ്ത് നീ ഇത് കാണാൻ വേണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനം. ഞാനിപ്പോ അഡിയോസ് അമിഗോ എന്ന് പറയേണ്ട അവസ്ഥയാണല്ലോ ഇവരോട്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.